അങ്ങനെ ADGP ആയിരുന്ന എസ് ശ്രീജിത്ത് DGP ആയി. ഇന്നലെ നിറഞ്ഞു നിന്ന നാടകീയതകൾക്കൊടുവിൽ ഇന്നലെ രാത്രിയിൽ ഉത്തരവ് വന്നു. ഒരാൾക്ക് പകരം 2 പേരാണ് DGP. നാടകീയത മാത്രമല്ല, ഭാരവെപ്പുകൾക്കും കുത്തിത്തിരിക്കലിനും എല്ലാം ഇടയിലും എസ് ശ്രീജിത്ത് DGP ആയി എന്നുള്ളതാണ്. അതിനെല്ലാം അതിജീവിച്ചു അദ്ദേഹം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചിരുന്ന ഒരൊഴിവിലേക്ക് ഒരാളെ മാത്രം വെക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സുരേഷ് രാജ് പുരോഹിതാണ് ഇതിൽ സീനിയോറിറ്റിയിൽ മുമ്പ്. അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ പിന്നെ വേറെ സംസ്ഥാനത്ത് കേന്ദ്ര ഡെപ്യൂട്ടേഷനാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം SPGയിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് അദ്ദേഹം ഡിസംബറിൽ തിരിച്ചു വന്നു. അടുത്ത വർഷം മെയ് 31 വരെയാണ് അദ്ദേഹം വളരെ കർക്കശക്കാരനൊരു ഉദ്യോഗസ്ഥനാണ്. അറിയാലോ, കൊമ്പം മീശയൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് അദ്ദേഹം. സുരേഷ് രാജ് പുരോഹിത് പണ്ട് അദ്ദേഹത്തിന് ഇവിടുത്തെ ഈ ബറ്റാലിയനിൽ എങ്ങനെ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ചുമതലക്കാരനായിരുന്നപ്പോൾ ഒരിക്കലും അങ്ങനെ ആരോ ഒരു വാർത്ത പറഞ്ഞിരുന്നത്, ഈ റിപ്പോർട്ട് വന്നിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന ചാനൽ ഇദ്ദേഹം ഭയങ്കര കർക്കശമായ പെരുമാറുന്നു എന്ന് പറഞ്ഞു. പോലീസുകാർക്ക് നേരെ സ്ട്രിക്റ്റ് നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതേ സ്ട്രിക്റ്റാണ് എല്ലാ കാര്യങ്ങളും. പോലീസുകാരൻ്റെ ആ ഒരു അച്ചടക്കം ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഈ വാർത്ത വിളിച്ചത് പറഞ്ഞിരുന്ന ആളുകൾക്ക് എന്താ താല്പര്യം ഉണ്ടായത്. കാരണം ഇദ്ദേഹം വളരെ കർക്കശക്കാരനാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം, ഡിസിപ്ലിൻഡ് ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ പുള്ളിക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ ഇങ്ങോട്ട് DGP വന്നിട്ട് നമുക്ക് കർക്കശക്കാരനായ DGP കിട്ടുമായിരുന്നു. അതെ, ക്രമസമാധാന ചുമതലയിലേക്ക് വരുമോ എന്നുള്ളതാണ് ഇനിയിപ്പം വേറെയുള്ളത്. ഇനിയിപ്പോൾ ഇങ്ങേര് രവട ചന്ദ്രശേഖർ റിട്ടയർ ആകുന്ന സമയത്ത് DGP, അത് മനോജ് എബ്രഹാം തോന്നുന്നു ഇക്കൂട്ടത്തിൽ സീനിയറായിട്ട് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിനായിരിക്കും ചിലപ്പോൾ അത് ലഭിക്കാൻ പോകും. എന്താണെങ്കിലും ശരി, MR അജിത് കുമാർ എന്ന് പറയുന്ന മുൻ ADGP, അതായത് മുൻ സൂപ്പർ DGP ആണ് ഇപ്പോൾ ഏറ്റവും അധികം വേദനിക്കുന്നത്. സുരേഷ് രാജ് പുരോഹിതിനൊപ്പം MR അജിത് കുമാറിനെ DGP ആക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടാണ് പിണറായി വിജയൻ ഇറങ്ങിപ്പോയത്. അദ്ദേഹം ചിന്തിച്ചതെന്താണ്, ഇനി ഒരു വേള ഞാൻ തോറ്റുപോയാൽ, എനിക്ക് ഭരണം കിട്ടാതെ പോയാൽ, എൻ്റെ പ്രിയപ്പെട്ട വിശ്വസ്തനായിട്ടുള്ള വാത്സല്യപുത്രനായിട്ടുള്ള എൻ്റെ എല്ലാമായിട്ടുള്ള MR അജിത് കുമാർ DGP ആകാതിരിക്കാൻ ഇടവരരുത്. അടുക്കളയിൽ നിർദ്ദേശം വന്നതാണ്. അതാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ ഈ പട്ടിക അങ്ങ് തയ്യാറാക്കി സുരേഷ് രാജ് പുരോഹിതിൻ്റെ MR അജിത് കുമാർ. അപ്പോൾ സുരേഷ് രാജ് പുരോഹിത് വരുന്നില്ല എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒഴിവിലേക്ക് ഇദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യും എന്നുള്ള കണക്കൂട്ടലിൽ ഇരിക്കുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക്, അതാണ് അതിൻ്റെ ഒരു ഗതികേടൊന്ന് ആലോചിച്ചു. ഈ DGP ആയിട്ട് ഇദ്ദേഹം പ്രഖ്യാപിക്കുന്ന ഓർഡർ എഴുതുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് കപ്പിനും ചുണ്ടിനും ഇടയിൽ അവസരം നഷ്ടമായി സസ്പെൻഷൻ വാങ്ങിക്കിട്ടി. സ്വയം കൃതാനർത്ഥം. അതാണ് കർമ്മഫലം എന്നും വേണമെങ്കിൽ പറയാം. കാരണം പിണറായി ദൈവവിശ്വാസിയാണല്ലോ, കുടുംബങ്ങൾ എല്ലാവരും കടുത്ത ദൈവവിശ്വാസിയിലാണ്. ഇത് സ്വയം കൃതാനർത്ഥമാണ്. പിന്നെ മാൻഡ്രോക്കുമായി ആരൊക്കെ ചേർന്ന്, ജൂനിയർ മാൻഡ്രോക്ക് ആരൊക്കെ ചേർന്ന് നിൽക്കും, അവർക്കെല്ലാം കഷ്ടകാലം വരും എന്നുള്ളതും ഉറപ്പാണ്. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ അജിത്തിന് പറ്റിയത് അദ്ദേഹം അടുക്കളയിൽ നിന്നുള്ള ആജ്ഞകൾ അനുസരിക്കാൻ പോയതാണ് അദ്ദേഹത്തിന് പറ്റിയത്. അടുക്കളയിൽ നിന്നുള്ള ആജ്ഞ അനുസരിക്കാൻ പോയ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും പണ്ട് ഇത് സംഭവിച്ചിട്ടുണ്ട്. അവരെ പേരൊന്നും ഇനി പറയുന്നില്ലെന്നേ ഉള്ളൂ. ഈ പണ്ട് ഈ അടുക്കള പണിക്ക് പോയിട്ടുള്ള IPS IAS പലരും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. അവർ തൽക്കാല സ്ഥാനമാനങ്ങളൊക്കെ അന്ന് നേടിയെടുത്ത് അടുക്കളയിൽ നിന്നുള്ള സ്വാധീനം ആയതുകൊണ്ട്. പക്ഷേ പിന്നീട് അവരെല്ലാം താഴെ വീണ് കിടക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ അടുക്കളയിൽ നിന്നുള്ള അവലോസുണ്ടയും ആരാമത്തിൽ നിന്നുള്ള ആന്തൂറിയവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. എന്തായാലും അടുക്കള വാക്ക് കേട്ട് അദ്ദേഹം പല പണിക്കും ഇറങ്ങി. ആ പണിയെല്ലാം അവസാനം തിരിച്ചു വന്നു. പ്രതീക്ഷിക്കാത്തതൊക്കെ തന്നെ സംഭവിച്ചു. ഇതിനെല്ലാം നേതൃത്വം കൊടുത്തിട്ട് അടുക്കളയിലെ കൊച്ചമ്മയും ഇപ്പോൾ ഉറക്കമില്ലാത്ത രാവാനാണ് സാധ്യത. പേടിച്ച് ഉറച്ചിരിക്കുകയായിരിക്കും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അജിത് കുമാറിന് വന്നു ചേർന്ന അപജയത്തിന് നമ്മളിങ്ങനെ പുറകിലോട്ട് പരിശോധിച്ചാൽ, ഇവരെ ഒരു സമയത്ത് പെട്ടെന്ന് ഇല്ല റോക്കറ്റ് പോലെ കുതിച്ചു പൊന്തിയ ആൾക്കാരാണ്. ഒന്ന് അജിത്ത്, ഒന്ന് ശശി, മറ്റൊന്ന് അൻവർ. ഈ 3 സംഘം ചേർന്നിട്ട് ഉണ്ടല്ലോ പെട്ടു. വേസ്റ്റാണ്, ഒരു കാര്യമില്ല. തെറി പറയാൻ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണല്ലോ അയാളെ ജഡ്ജി പോസ്റ്റിൽ നിന്ന് പിരിച്ചു. അപ്പോൾ ഈ 3 സംഘം റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു. എന്നിട്ട് ഈ പണ്ടൊക്കെ ഇന്ത്യ വിടുന്ന റോക്കറ്റ് കടലിലോട്ട് വിടും നേരെ. അന്ന് മിമിക്രിക്കാർ ഏറ്റവും കൂടുതൽ പറഞ്ഞു കടലിലോട്ട് പോകും, തുമ്പയിൽ ഇന്ന് റോക്കറ്റ് വിക്ഷേപിക്കുന്നുണ്ട്, ആരും കടലിൽ പോകരുത് എന്ന് പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് നമ്മുടെ സാങ്കേതിക വിദ്യ കളിയായിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ഇവർ വിട്ടത്. നല്ല കുത്തനെ കുതിച്ച് മേളിൽ കുറേ നാൾ പോയി നിന്നു. എന്നിട്ട് മൂക്കും കുത്തി താഴെ പോയി. ആദ്യം റോക്കറ്റ് എന്ന് വിട്ടുപോയത് അൻവറിന് ഒരു ഗതിയും പരഗതിയില്ല. ഇപ്പൊ എവിടാണെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരു പേര് പോലും നമുക്ക് കേൾക്കാം. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എവിടെയോ അദ്ദേഹം ഉണ്ടെന്ന് പറയപ്പെടുന്നു. ആഫ്രിക്കൻ അൻവർ അങ്ങനെ നടക്കുന്നു. ശശി പോയ പോക്കിൽ പുല്ല് കിളുത്തിട്ടില്ല. ശശിയുടെ വഴിക്ക് പോയി. പിന്നെ ഉണ്ടായിരുന്ന അജിത്താണ്. അജിത്തിന് പക്ഷെ പിണറായി തന്നെ അജിത്തിന് ഉദയക്രിയ ചെയ്യേണ്ടി വന്നു. കാരണം ആ സമയത്ത് തന്നെ ഇയാളെ മാറ്റേണ്ടതായിട്ട് വന്നു ക്രമസമാധാന ചുമതലയിൽ നിന്ന്. അത് പൂരം അട്ടിമറിച്ചതുൾപ്പെടെ
ഉള്ള നിരവധി പ്രശ്നങ്ങൾ വന്നു. അയാളെ മാറ്റേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞ് ഒന്നുമല്ലാത്ത ഒരു ബെവ്കോ ഡയറക്ടർ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് കൊണ്ടുപോയി. MD എന്ന് പറഞ്ഞാൽ ഒരു SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥ ഇരിക്കേണ്ട പോസ്റ്റ്. അതെ, അങ്ങനെ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്തത്. എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ ശ്രീജിത്തിൻ്റെ കാര്യം പരിശോധിച്ചാൽ ശ്രീജിത്തിന് വലിയ ഭാഗ്യമുണ്ടായിരുന്നു. അല്ലെ, ശ്രീജിത്ത് ഇപ്പോഴേ ഒന്നും DGP ആകേണ്ട ഒരു ആളല്ല. കാരണം ഇവരുടെയൊക്കെ സീനിയോറിറ്റി കഴിഞ്ഞ് അടുത്ത ഒഴിവിലേക്ക് മാത്രമേ ശ്രീജിത്തിനെ പരിഗണിക്കപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ അവിടേക്ക് പ്രമോഷൻ ലഭിക്കുകയുണ്ടായി. മാത്രമല്ല അതിന് തൊട്ട് തലേന്ന് ആശങ്കപ്പെടുത്തിക്കൊണ്ടൊരു കോടതി പരാമർശം വന്നു. അത് പലരും അതിനെ ദുർവ്യാഖ്യാനം നടത്തി കൊടുക്കുകയും ചെയ്തു. അതെ, ശ്രീജിത്ത് DGP ആകില്ല, അത് തടസ്സം വന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ യഥാർത്ഥത്തിൽ അത്തരം സംഭവിച്ചത് നമ്മൾ കണ്ടതുമാണ്. അതെ, ശ്രീജിത്തിനെതിരെ കേസ് കൊടുത്ത അദ്ദേഹം മുമ്പ് ജോലി ചെയ്യുന്ന വകുപ്പിലെ ജീവനക്കാരൻ കൊണ്ട് കേസ് കൊടുത്തതിൻ്റെ ഫലമായിട്ടുണ്ടായ ചില ഇഷ്യൂസ് ആയിരുന്നു. അത് തീർത്തും സാങ്കേതികമായിരുന്നു ആ കാര്യങ്ങൾ. അടുത്ത സിറ്റിങ്ങിൽ തന്നെ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. അത്രേ ഉള്ളൂ. എന്താണ് പ്രശ്നം? ഈ ശ്രീജിത്ത് വിദേശ അനുമതി കൂടാതെ വിദേശത്ത് പോയി സന്ദർശനം നടത്തി യൂണിഫോം ധരിച്ച് അവിടെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരായ ആക്ഷേപം. അതിൻ്റെ പേരിലാണ് ഹൈക്കോടതി DGPയെ ശാസിച്ചത്. അത് DGPക്ക് കിട്ടേണ്ടതാണ്. കാരണം അങ്ങനെ ഒരു പണി ഒപ്പിച്ച് അവിടെ നേരത്തെ കൊടുത്തത് കൊണ്ടുള്ളൊരു കുഴപ്പമാണ്. അതായത് അദ്ദേഹം പോയത് അനുമതി വേണ്ടാത്ത കാര്യമാണ്. ഇതിന് അനുമതിയെ വേണ്ട. പക്ഷേ അദ്ദേഹം അനുമതി ചീഫ് സെക്രട്ടറിയുടെയും DGPയുടെയും അനുമതി വാങ്ങി ആണ് പോയത്. മാത്രമല്ല അദ്ദേഹം അവിടെ സിവിൽ ഡ്രസ് ഇട്ടാണ് ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. ഇതെല്ലാം കൃത്യമാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? ഇതിൻ്റെ തെളിവെടുപ്പിന് വേണ്ടി വാദിയെയും ആരോപണ വിധേയനെയും ഒന്നിച്ച് വിളിച്ചു. അങ്ങനെ തെളിവെടുക്കാൻ വിളിച്ചു എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്യുന്നു? വാദി ഇതിൽ ഹാജരാകുന്നില്ല. ഞാൻ ആർക്കെതിരെ ആരോപണം ഉന്നയിച്ചു അയാളുടെ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് വാദി ഇതിൽ നിന്ന് പിന്മാറുന്നു. അപ്പോൾ അങ്ങനെ പിന്മാറി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ശ്രീജിത്ത് സമർപ്പിച്ച തെളിവുകൾ വെച്ചിട്ട് ഇതിൽ തീർപ്പ് കൽപ്പിക്കും. ശ്രീജിത്തിന് ക്ലീൻ ചിറ്റ് ചീഫ് സെക്രട്ടറി കൊടുക്കുന്നു. അദ്ദേഹം പോയതിനകത്ത് തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു ചീഫ് സെക്രട്ടറി ക്ലീൻ ചിറ്റ് കൊടുക്കും. അപ്പോൾ ആ ക്ലീൻ ചിറ്റ് എതിരെയാണ് ഈ ദിബിൻ എടവണ്ണ എന്ന് പറയുന്ന AMVI മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി അപ്പോൾ അതിൽ കാണിച്ച നടപടിക്രമമാണ് ചൂണ്ടിക്കാണിച്ചത്. അതെ, അതല്ല ശ്രീജിത്തിന്റെ യോഗ്യതയെക്കുറിച്ചല്ല അവിടെ പരാമർശം. ശ്രീജിത്തിനെ ക്ലീൻ ചിറ്റ് കൊടുത്തപ്പോൾ എതിരാളിയെ കേട്ടില്ല. അതായത് വാദിയെ കേട്ടില്ല. എതിരാളിയല്ല, വാദിയെ കേട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് ഉണ്ടായിരുന്ന ഏക പരാമർശം. അതിപ്പോൾ അടുത്ത ദിവസം ടെക്നിക്കൽ ആയിട്ട് അയാളുടെ മൊഴിയെടുത്ത് ഇത് ഒന്നുകൂടെ കൊടുക്കുന്നതോടെ ഇതവിടെ കഴിയും. ഈ സംഭവം അവിടെ കഴിയും. പക്ഷേ ഈ AMVI ഭീകരൻ ദിബിൻ എടവണ്ണ അയാൾ എന്താണ് ഒന്നുമല്ലെങ്കിൽ നമ്മൾ പറയുന്നു അയാൾ വെറും ഒരു അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മാത്രമാണ്. അയാളാണ് DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ എടാ പോടാ വാടാ പോടാ എന്നൊക്കെ വിളിക്കും, സോഷ്യൽ മീഡിയയുടെ ചീത്ത വിളിക്കുന്നത്. അത് നമ്മളിപ്പോൾ ഒന്നുകിൽ വേണ്ട, നിങ്ങൾ അയാളുടെ ഇത് പരിഗണിക്കണ്ട, സർവീസോ സീനിയോറിറ്റി DGP ആണെന്ന് പരിഗണിക്കും. ഇയാളുടെ ഇരട്ടി പ്രായമില്ലേ? പിന്നെ അത്രയും പ്രായം ചെന്ന ഒരു മനുഷ്യനല്ലേ? ഇയാളെക്കാൾ ഒരുപാട് മുതിർന്ന ഒരാളല്ലേ? അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മാന്യത പോലും കാണിക്കാൻ തയ്യാറില്ല. അയാളുടെ പ്രശ്നം എന്താണ്? അയാൾ ഒരു ലേഡിയുമായിട്ട് ചാറ്റ് ചെയ്യുന്നു. ആ ലേഡിയെ ആ ചാറ്റിലൂടെ ഭീഷണിപ്പെടുത്തുന്നു. അവർ ആ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം പരാതി കൊടുക്കുന്നു. ഇയാൾക്കെതിരെ സ്വാഭാവികമായി നടപടി വരും. അത് ആണല്ലോ, സർക്കാർ ജീവനക്കാർക്ക് അങ്ങനെ വിഷയങ്ങളുണ്ട്. ഇയാളൊന്നും ശ്രദ്ധിച്ചില്ല. മാത്രമല്ല ശ്രീജിത്ത് ഇപ്പോൾ DGP ആയി വരുമ്പോൾ എനിക്ക് വളരെ പ്രത്യേകതയായി തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതൊരു കലാകാരനാണെന്നുള്ളതാണ്. അതെ, നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും അവരിങ്ങനെ ഒരു കലാകാരൻ. ടോമിൻ തച്ചങ്കരി സംഗീതമൊക്കെ ചേരുന്ന ആളായിരുന്നെങ്കിൽ ഇദ്ദേഹം ഒരു സംഗീത കച്ചേരി നടത്തുന്ന ആളാണല്ലോ. ശാസ്ത്രീയ ക്ലാസിക്കൽ സംഗീതം പഠിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് പന്തളം ബാലന്റെ ശിഷ്യനാണെന്ന് തോന്നുന്നു. ഓമനക്കുട്ടി ടീച്ചറിന്റെ അവിടെയുണ്ട് പന്തളം ബാലനുമായിട്ട് പലയിടത്തും കച്ചേരി നടത്തുന്ന. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഈ പോലീസ് എന്ന് പറഞ്ഞാൽ ഈ പിരിമുറുക്കം പിടിച്ച ഒരു സ്ഥലത്ത് ഒരു കലാബോധമുള്ള ആൾ അവിടെ വന്നിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് MK ജോസഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു DGP ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഏറ്റവും സാത്വികനായ വളരെ ജെന്റിൽമാൻ ഒരു പോലീസ് ഓഫീസറായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കാണ് തിരുവനന്തപുരം ചന്ദ്രശേഖര സ്റ്റേഡിയത്തിൽ MK ജോസഫ് പവലിയനൊക്കെ ഉള്ളത്. അദ്ദേഹം എവിടെയെല്ലാം ഇരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം അദ്ദേഹം ഈ കലാപരമായ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ട് KSRTC MD ആയിരുന്നപ്പോഴും അവിടെ നാടക ട്രൂപ്പ്, KSRTC നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു, ടൈറ്റാനിയത്തിൽ ഉണ്ടായിരുന്നപ്പോൾ സ്പോർട്സുകാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എവിടെയൊക്കെ പോയിട്ടുണ്ട് അദ്ദേഹം അവിടെയെല്ലാം ആ ഒരു കലാപരമായ, അദ്ദേഹം ഒരു കലാകാരനായിരുന്നോ കലാപ്രേമിയായിരുന്നോ എനിക്കിപ്പോഴും അറിയില്ല. നമ്മൾ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹം ഇതൊക്കെ ആയിരുന്നത്. അതുപോലെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമുക്കൊരു കലാകാരനായ DGP കിട്ടുന്നു എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരു കലാകാരനാകുമ്പോഴും മനസ്സ് കുറച്ചുകൂടെ ഒന്ന് ഒരു സംഭവം ഒരു കാര്യം ഹാൻഡിൽ ചെയ്യാനൊക്കെ
കുറച്ചും കൂടെ ഒരു നല്ല മനസ്സോട് സമീപിക്കാൻ ഒരു കലാകാരന് കഴിയും. അത് നല്ല സന്തോഷമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും അജിത്തിന്റെ കുൽസിത പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഏറ്റിട്ടില്ല. ശ്രീജിത്ത് അങ്ങനെ DGP ആയി, അജിത്ത് വീട്ടിൽ കുത്തിയിരുന്ന് നിലവിളിക്കുക, അത് മാത്രമേ ഇനി ഇതിന് മാർഗമുള്ളൂ.